പ്രിയരെ, ചെറുകഥാ ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന കഥ അമേരിക്കയിലെ പ്രശസ്തനായ ജൂതൻ എഴുത്തുകാരൻ ജെറോം റൈറ്റ്മാൻ്റെ എൻ്റെ അച്ഛൻ ഇരുട്ടിൽ ഇരിക്കുന്നു എന്ന ചെറുകഥയാണ്. ഇതിൻ്റെ പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് PK പാറക്കടവാണ്. ഇനി കഥയിലേക്ക്. എൻ്റെ അച്ഛന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അദ്ദേഹം ഏകനായി ഇരുട്ടിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ചിലപ്പോൾ ഞാൻ വളരെ വൈകിയാണ് വീട്ടിലെത്തുന്നത്. വീട് ഇരുട്ടിലാണ്. ഞാൻ ശബ്ദമുണ്ടാക്കാതെ വീട്ടിലേക്ക് കയറുന്നു. കാരണം എനിക്കെൻ്റെ അമ്മയെ ശല്യം ചെയ്യരുതെന്നുണ്ട്. അവരാകട്ടെ നേരത്തെ ഉറങ്ങി ശീലമുള്ളവരാണ്. ഞാൻ പമ്മി എൻ്റെ മുറിയിലെത്തുന്നു. എന്നിട്ട് ഇരുട്ടിൽ വസ്ത്രം മാറുന്നു. കുറച്ച് വെള്ളം കുടിക്കാൻ ഞാൻ അടുക്കളയിലേക്ക് പോകുന്നു. എൻ്റെ നഗ്നപാദങ്ങൾ ശബ്ദമുണ്ടാക്കുന്നില്ല. ഞാൻ അവിടെ എത്തുമ്പോൾ ഏറെക്കുറെ എൻ്റെ അച്ഛനെ തടഞ്ഞ് വീഴാൻ പോകുന്നു. ഒരു അടുക്കള കസേരയിൽ പൈജാമയുടുത്ത് പൈപ്പും പുകച്ച് അദ്ദേഹം ഇരിക്കുന്നു. ഹലോ പപ്പ, ഞാൻ പറയുന്നു. ഹലോ കുട്ടി, നിങ്ങൾ എന്താണ് ഉറങ്ങാൻ പോകാത്തത് പപ്പ? ഞാൻ പോവുകയാണ്, അച്ഛൻ പറയും. പക്ഷേ അച്ഛൻ അവിടെ തന്നെ ഇരിക്കും. ഞാൻ ഉറങ്ങി ഏറെ കഴിഞ്ഞതിന് ശേഷവും എനിക്കുറപ്പുണ്ട് അച്ഛൻ പൈപ്പ് പുകച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഒരുപാട് നേരം ഞാൻ എൻ്റെ മുറിയിലിരുന്ന് വായിക്കാറുണ്ട്. അമ്മ രാത്രിക്ക് വേണ്ടി വീട് ഒരുക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ കൊച്ചനിയൻ ഉറങ്ങാൻ പോകുന്നത് ഞാൻ അറിയാറുണ്ട്. എൻ്റെ പെങ്ങൾ കടന്നു വരുന്ന ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്. അവൾ ഭരണികൾ കൊണ്ടും ചീർപ്പുകൾ കൊണ്ടും കലപില കൂട്ടുന്നത്, പിന്നെ ശബ്ദമൊടുങ്ങുന്നത് എല്ലാം ഞാൻ അറിയാറുണ്ട്. അവൾ ഉറങ്ങാൻ പോയി എന്ന് മനസ്സിലാക്കാറുണ്ട്. കുറച്ചു നേരത്തിനുള്ളിൽ എൻ്റെ അമ്മ അച്ഛനോട് ഗുഡ് നൈറ്റ് പറയുന്നത് കേൾക്കാം. ഞാൻ വായന തുടരുന്നു. വേഗത്തിൽ എനിക്ക് ദാഹമുണ്ടാകുന്നു. ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്ന കൂട്ടത്തിലാണ്. ഇത്തിരി വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് പോകുന്നു. വീണ്ടും ഞാൻ അച്ഛനെ തട്ടി കാലിടറി വീഴാൻ പോകുന്നു. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോകുന്നു. അതെ, അദ്ദേഹം അവിടെ പൈപ്പ് വലിച്ച് എന്തോ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. പപ്പ, നിങ്ങൾ എന്താണ് ഉറങ്ങാൻ പോകാത്തത്? ഞാൻ പോവുകയാണ്. പക്ഷേ അദ്ദേഹം പോവുകയില്ല. അവിടെ തന്നെ ഇരുന്ന് അദ്ദേഹം പുകവലിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ്. അതെന്നെ ഭയപ്പെടുത്തുന്നു. എനിക്കത് മനസ്സിലാക്കാനാവുന്നില്ല. എന്തായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്? ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പപ്പ, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഒന്നുമില്ല, അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ അച്ഛനെ അവിടെ ഉപേക്ഷിച്ച് ഞാൻ ഉറങ്ങാൻ പോയി. ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ഉണർന്നു. എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അവിടെ അച്ഛനുണ്ടായിരുന്നു. ഒരു മൂലയിൽ ദൃഷ്ടിയൂന്നി അങ്ങനെ ഇരിക്കുന്നു. ഒരു നിമിഷത്തിന് ശേഷം എനിക്ക് ഇരുട്ട് തഴക്കമായി. ഞാൻ വെള്ളം കുടിച്ചു. അച്ഛൻ അപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു കിടക്കുന്നു. പക്ഷേ എന്നെപ്പോലും അദ്ദേഹം കാണുന്നില്ല. ഞാൻ ഭയന്നു. പപ്പ, നിങ്ങൾ എന്താണ് ഉറങ്ങാൻ പോകാത്തത്? ഞാൻ പോവുകയാണ്, അദ്ദേഹം പറഞ്ഞു. എനിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട. പക്ഷേ നിങ്ങൾ മണിക്കൂറുകളോളമായി ഇവിടെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല മോനെ, അദ്ദേഹം പറഞ്ഞു. ഒന്നുമില്ല, വെറുതെ വിശ്രമിക്കുകയാണ്. എന്നെ ബോധിപ്പിക്കാനാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം. അച്ഛനാകട്ടെ ഒരു പരിഭ്രമവുമില്ല. അദ്ദേഹത്തിൻ്റെ സ്വരം ആഹ്ലാദകരം പോലുമായിരുന്നു. എപ്പോഴും അങ്ങനെയാണത്. പക്ഷേ എനിക്കത് മനസ്സിലാക്കാനാവുന്നില്ല. അത്ര സുഖകരമല്ലാത്ത ഒരു കസേരയിൽ രാത്രി ഇരുട്ടിൽ തനിയെ എന്തു വിശ്രമം? എന്തായിരിക്കാമത്? പല സാധ്യതകളും ഞാൻ ചിന്തിച്ചു നോക്കി. പണസംബന്ധമായി പ്രശ്നമൊന്നുമില്ല, എനിക്കറിയാമത്. ഞങ്ങൾക്കേറെ പണമൊന്നുമില്ല. പക്ഷേ സംബന്ധമായ പ്രശ്നമുണ്ടായാൽ അച്ഛനത് മറച്ചു വയ്ക്കാറില്ല. ആരോഗ്യപരമായ പ്രശ്നവുമില്ല. കുടുംബത്തിലെ ആരുടെയും ആരോഗ്യ പ്രശ്നത്തെപ്പറ്റിയുള്ള ഉത്കണ്ഠയുമില്ല. ഞങ്ങൾക്ക് പണം ആവശ്യത്തിലേറെ ഇല്ലെങ്കിലും
ആരോഗ്യത്തിൽ ഞങ്ങൾ ഏറെ സമ്പന്നരാണ്. പിന്നെ എന്തായിരിക്കും അച്ഛനെ അലട്ടുന്നത്? ഇത്തരം ചിന്തകൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. പഴയ നാട്ടിലുള്ള സഹോദരങ്ങളെ ഓർക്കുകയായിരിക്കും. അല്ലെങ്കിൽ അമ്മയെയോ 2 ചിറ്റമ്മമാരെയോ, അല്ലെങ്കിൽ അച്ഛൻ്റെ പിതാവിനെ. പക്ഷേ അവരെല്ലാവരും മരിച്ചു കഴിഞ്ഞിരിക്കുന്നുവല്ലോ. അവരെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുന്നത് സ്വഭാവം അച്ഛനില്ല. പൊതുവെ വെറുതെ ചിന്തിച്ചിരിക്കുന്ന ആളല്ല അച്ഛൻ. ചിലപ്പോൾ വെറും വിശ്രമമാകാം. എന്തോ ഇതെന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എന്തിനെപ്പറ്റിയാണ് അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എൻ്റെ സഹായം ആവശ്യമില്ല. എന്തിനാണ് അദ്ദേഹം ഇരുട്ടിലിങ്ങനെ ഇരിക്കുന്നത്? മനസ്സിന് വല്ല തകരാറുമുണ്ടോ? 53 വയസ്സ് മാത്രം പ്രായമായ അദ്ദേഹം ഉന്മേഷവാനാണെന്ന് എനിക്കറിയാം. ഭക്ഷണ കാര്യത്തിൽ, വായനയിൽ, വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ എല്ലാം അദ്ദേഹം പഴയതുപോലെ തന്നെ. 5 വർഷം മുമ്പ് കണ്ടതിനേക്കാൾ പ്രായം ഇന്നും തോന്നില്ല. എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹം ഇരുട്ടിൽ പുകവലിച്ച് ഇമ പൂട്ടാതെ നേരെ നോക്കിയിരിക്കുന്നു. അച്ഛൻ പറയുന്നത് പോലെ വെറും വിശ്രമമാണെങ്കിൽ എനിക്കൊന്നുമില്ല. അങ്ങനെ അല്ലെങ്കിലോ? ഒരു പക്ഷേ എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിലോ? എന്തുകൊണ്ട് അച്ഛൻ ഒന്നും സംസാരിക്കുന്നില്ല? ചിരിക്കുകയോ കരയുകയോ ചെയ്യാത്തത് എന്താണ്? ഒന്നും ചെയ്യാതെ വെറുതെ ഒരിടത്തിരിക്കുക. ഒടുവിൽ എനിക്ക് ദേഷ്യം വന്നു. ഒരു വേള എൻ്റെ അസംതൃപ്തമായ ജിജ്ഞാസ കൊണ്ടാകാം. ഒരുപക്ഷേ ഞാൻ ഇത്തിരി പരിഭ്രമിച്ചിരിക്കാം. എങ്ങനെയായാലും എനിക്ക് ദേഷ്യം വന്നു. എന്തെങ്കിലും തകരാറുണ്ടോ പപ്പ? ഒന്നുമില്ല മേനെ, ഒന്നും. ഇത്തവണ ഞാൻ പിൻവലിഞ്ഞില്ല. ഞാൻ ദേഷ്യത്തിലാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഏറെ വൈകും വരെ ചിന്തിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്നത്? ഇത് വിശ്രമമാണ് മോനെ. ഞാനത് ഇഷ്ടപ്പെടുന്നു. എനിക്കൊരു പിടിയും കിട്ടിയില്ല. നാളെ അച്ഛൻ വീണ്ടും അവിടെ തന്നെ ഇരിക്കും. എനിക്ക് വീണ്ടും പരിഭ്രമമാകും. അതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തില്ല. ഞാൻ ദേഷ്യത്തിലാണ്. എന്നാലും നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പപ്പ? നിങ്ങൾ എന്തിനെവിടെ ഇരിക്കുന്നു? എന്താണ് നിങ്ങളെ അലട്ടുന്നത്? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഒന്നും എന്നെ അലട്ടുന്നില്ല. എനിക്കൊന്നുമില്ല. വെറുതെ വിശ്രമിക്കുകയാണ്. അത്രയേയുള്ളൂ. നീ ഉറങ്ങാൻ പോയിക്കോളൂ. എൻ്റെ ദേഷ്യം എന്നെ വിട്ടുപിരിഞ്ഞിരുന്നു. പക്ഷേ അച്ഛനെ എന്തോ അലട്ടുന്നുണ്ട്. എനിക്കൊരു ഉത്തരം കിട്ടണം. അത് നിസ്സാരമായേക്കാം. പക്ഷേ എന്തിനാണ് അത് എന്നോട് പറയാതിരിക്കുന്നത്? ഉത്തരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി. ഞാൻ ശാഠ്യം പിടിച്ചു. പക്ഷേ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് പപ്പ? എന്താണത്? ഒന്നുമില്ല. പ്രത്യേകിച്ചും ഒന്നുമില്ല. വെറും സാധാരണ കാര്യങ്ങൾ. എനിക്ക് ഉത്തരം കിട്ടിയില്ല. നേരം ഏറെ വൈകിയിരുന്നു. തെരുവ് വിജനമായിരുന്നു. വീട് ഇരുട്ടിലും. ശബ്ദമുണ്ടാക്കാതെ ഞാൻ പടവുകൾ കയറി. താക്കോൽ കൊണ്ട് പതുക്കെ മുറി തുറന്നു. എൻ്റെ മുറിയിൽ പമ്മിക്കയറി. വസ്ത്രം മാറിയപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് ദാഹിക്കുന്നുവെന്ന്. നഗ്നപാതനായി ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അവിടെ എത്തുന്നതിന് മുൻപേ ഞാൻ അറിഞ്ഞു അച്ഛൻ അവിടെ ഉണ്ടെന്ന്. കൂനിയിരിക്കുന്ന രൂപത്തിൻ്റെ ഇരുണ്ട നിഴൽ എനിക്ക് കാണാം. കൈമുട്ടുകൾ കാൽമുട്ടുകളിലൂന്നി കെട്ടുപോയ പൈപ്പും കടിച്ചു പിടിച്ച് ഇമ പൂട്ടാത്ത മെഴികളോടെ മുന്നിലേക്ക് തുറച്ചു നോക്കി അദ്ദേഹം അവിടെ ഇരിക്കുന്നു. ഞാൻ അവിടെ എത്തിയത് അച്ഛൻ അറിഞ്ഞതേയില്ല. എൻ്റെ കാലടിയൊച്ച അദ്ദേഹം കേട്ടില്ല. വാതിൽപ്പടിക്കരികെ ശബ്ദമുണ്ടാക്കാതെ അദ്ദേഹത്തെ നോക്കി ഞാൻ നിന്നു. എല്ലാം ശാന്തമാണ്. പക്ഷേ രാവ് നിറയെ കൊച്ചു കൊച്ചു ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമാണ്. ഞാൻ ചലനമില്ലാതെ അവിടെ നിൽക്കുമ്പോൾ രാവിൻ്റെ നേരിയ ശബ്ദങ്ങൾ പോലും എനിക്ക് തിരിച്ചറിയാം. വരണ്ട എൻ്റെ തൊണ്ട എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ വേഗത്തിൽ അടുക്കളയിലേക്ക് ഇറങ്ങി. ഹലോ പപ്പ. ഹലോ, അച്ഛൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശബ്ദം നേർത്തതും സ്വപ്നത്തിലേതുപോലെയുമായിരുന്നു. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം മാറുകയോ നോട്ടം പിൻവലിക്കുകയോ ചെയ്തില്ല. പൈപ്പ് ഇപ്പോൾ ദൃശ്യമല്ല. തെരുവ് വിളക്കിൽ നിന്ന് വരുന്ന നേരിയ പ്രകാശം മുറിയിലെത്തുന്നില്ല. മുറിയുടെ നടുക്ക് നടന്നു ചെന്ന് ഞാൻ ലൈറ്റ് പ്രകാശിപ്പിച്ചു. പെട്ടെന്ന് അദ്ദേഹം ഞെട്ടിത്തെറിച്ചതുപോലെ നേരെയിരുന്നു. പപ്പ, എന്തുപറ്റി? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് വെളിച്ചം ഇഷ്ടമല്ല, അദ്ദേഹം പറഞ്ഞു. വെളിച്ചമുണ്ടായാൽ എന്താ? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല, അച്ഛൻ പറഞ്ഞു.
ഞാൻ വെളിച്ചം ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ലൈറ്റ് കെടുത്തി. പതുക്കെ ഞാൻ എൻ്റെ വെള്ളം കുടിച്ചു. ഇതിൻ്റെ യഥാർത്ഥ കാരണം എനിക്ക് കണ്ടെത്തണം, ഞാൻ സ്വയം പറഞ്ഞു. നിങ്ങൾ എന്താണ് ഉറങ്ങാൻ പോകാത്തത്? രാത്രി ഏറെ വൈകിയിട്ടും ഇരുട്ടിൽ ഉറങ്ങാതെ ഇരിക്കുന്നത് എന്താണ്? ഇത് വളരെ സുഖകരമാണ്, അച്ഛൻ പറഞ്ഞു. ഈ ലൈറ്റ് എനിക്ക് പരിചയമില്ല. യൂറോപ്പിൽ ഞാനൊരു കുട്ടിയായിരുന്ന കാലത്ത് അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ ഹൃദയം മിടിച്ചത് സന്തോഷം കൊണ്ടായിരുന്നു. ഓസ്ട്രിയയിലെ അച്ഛൻ്റെ കുട്ടിക്കാലം ഞാൻ ഓർത്തു. ബാറിനു പിന്നിൽ മന്ദഹസിച്ചുകൊണ്ട് ഒരു കുട്ടിയെ ഞാൻ കാണുന്നു. നേരം വൈകിയിരിക്കുന്നു. പതിവ് പറ്റുകാർ പോയി കഴിഞ്ഞിരിക്കുന്നു. കുട്ടി ഉറക്കം തൂങ്ങുന്നു. ആളിക്കത്തുന്ന തീയുടെ ഒടുവിൽ ജ്വാലയില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന കൽക്കരി മുറി ഇരുട്ടുന്നു. ഇരുട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. കെട്ടുപോകുന്ന ജ്വാലകൾ നോക്കി വിറകിനരികെ ഉറക്കം തൂങ്ങുന്ന കണ്ണുകളുമായി ഒരു കുട്ടി ഇരിക്കുന്നത് ഞാൻ കാണുന്നു. ആ കുട്ടി എൻ്റെ അച്ഛനാണ്. വാതിൽപ്പടിയിൽ അദ്ദേഹത്തെ നോക്കി ഞാൻ നിന്ന സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഞാൻ ഓർമ്മിച്ചു. ഒരു കുഴപ്പവുമില്ല. ഇരുട്ടിൽ താങ്കൾ തനിയെ ഇരിക്കുന്നത് നിങ്ങളത് ഇഷ്ടപ്പെടുന്നതിനാലാണ്, അല്ലേ പപ്പ? എൻ്റെ സ്വരം ആഹ്ലാദം കൊണ്ട് ഉച്ചത്തിലായി പോകുന്നത് ഞാൻ നിയന്ത്രിച്ചു. തീർച്ചയായും. ഗുഡ് നൈറ്റ് പപ്പ, ഞാൻ പറഞ്ഞു. ഗുഡ് നൈറ്റ്, അദ്ദേഹം പ്രതിവചിച്ചു. പിന്നീട് ഞാൻ ഓർമ്മിച്ചു. ഞാൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, പപ്പ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെയേറെ അകലെ നിന്നാണ് വരുന്നതെന്ന് തോന്നി. വളരെ ശാന്തനായി അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.